ലീഗൽ സർവീസ് സമ്മിറ്റ് 2025 ഭാഗമായി ഈ വേദിയിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്ന വളരെ ദീപ്തമായ ഒരു ഓർമ്മയിൽ ഒരു 11 വയസ്സുകാരിയായി ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ നീല യൂണിഫോം ഇട്ട കുട്ടികളിരിക്കുന്ന ആ കസേരകളിലൊന്നിൽ ഞാനിവിടെ ഇരുന്ന ഓർമ്മയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ അന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് പ്രൊമോഷൻ ഓഫ് എക്സലൻസ് അമംഗ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന പേരിലൊരു പദ്ധതി നടപ്പാക്കിയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ പദ്ധതി നടപ്പാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 100 കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് 3 വർഷം നീളുന്ന അവരുടെ പഠനത്തോടൊപ്പം നൽകുന്ന ഒരു പരിശീലന പരിപാടി നടത്തുകയുണ്ടായി. അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അന്ന് ഇതേപോലെ ഒരു യൂണിഫോം ഇട്ട് ഒരു 11 വയസ്സുകാരിയായി ഞാൻ ഈ കസേരകളിലൊന്നിൽ ആദ്യമായി ഈ ഓഡിറ്റോറിയത്തിൽ പങ്കെടുക്കുന്നത്. ആ പ്രായത്തിൽ ഞാനും ഒരുപക്ഷെ ഈ പ്രായത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞനുജന്മാരും അനുജത്തിമാരും നമുക്ക് ലഭിക്കുന്ന ഈ ആക്സസിൻ്റെ അതല്ലെങ്കിൽ സമൂഹം നൽകുന്ന ഈ വെൽഫെയർ മെഷേഴ്സിൻ്റെ വില എത്രത്തോളമാണെന്ന് ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. കഴിഞ്ഞ 9 വർഷക്കാലം ഈ സർവീസിൽ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്തതിൽ വെച്ചും കഴിഞ്ഞ ഏതാണ്ട് 1 വർഷക്കാലമായി കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങളുടെ വകുപ്പ് മേധാവിയായി ജോലി ചെയ്ത് നമ്മുടെ ഇടയിലുള്ള ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന ആദിവാസി വിഭാഗങ്ങൾ, 1.5 ലക്ഷത്തോളം കുടുംബങ്ങൾ അവരുമായി സമ്പർക്കം പുലർത്തി പ്രവർത്തിച്ചപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഈ ട്രാൻസ്ഫോർമേറ്റീവ് പ്രോസസ് ഓഫ് ആക്സസ് ആണ്. അത് വിദ്യാഭ്യാസത്തിലേക്കുള്ള ആക്സസ് ആയാലും അത് ആരോഗ്യ രംഗത്ത് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ആക്സസ് ആയാലും മറ്റ് സാമൂഹികമായ വെൽഫെയർ സ്കീംസിലേക്കുള്ള ആക്സസ് ആയാലും എല്ലാത്തിനും ഉപരി ജസ്റ്റിസ് സിസ്റ്റത്തിലേക്ക് അതല്ലെങ്കിൽ ജസ്റ്റിസിലേക്ക് ഇക്വാളിറ്റിയിലേക്കും ഇക്വിറ്റിയിലേക്കും എംപവർമെൻറ്റിലേക്കുമുള്ള ആക്സസ് ആണ്. വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ കഴിഞ്ഞ 1 വർഷം മാത്രം ഈ പറയുന്ന വിദ്യാഭ്യാസത്തിലേക്കുള്ള ആക്സസും ഹയർ എഡ്യൂക്കേഷനുള്ള ആക്സസും കൊണ്ട് ഇതേ വകുപ്പിൽപ്പെട്ട ഗോത്രവിഭാഗങ്ങളിൽപ്പെടുന്ന 26 കുട്ടികൾ നമ്മുടെ നീറ്റ് പരീക്ഷ എഴുതി ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ MBBSന് അഡ്മിഷൻ വാങ്ങി. IIT JEE ഒരു കുട്ടി പാസ്സായി. പൈലറ്റ് ആവാൻ വേണ്ടി ഒരു കുട്ടി പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽപ്പെടുന്ന അത് ഗോത്രവിഭാഗങ്ങളായിക്കൊള്ളട്ടെ, ഒരു പരിധിവരെ സ്ത്രീകളും കുട്ടികളുമായിക്കൊള്ളട്ടെ, പ്രായം ചെന്നവരായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവർക്ക് തുല്യതയിലേക്കും നീതിയിലേക്കുമുള്ള വഴി തെളിക്കുന്നതിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഇവിടെ ഇരിക്കുന്ന ഈ സമൂഹത്തിന് വളരെ വലിയ ഒരു പങ്ക് വഹിക്കാനുണ്ട്. കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെ അപേക്ഷിച്ചും നമ്മുടെ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിൽ വളരെയേറെ അഭിമാനത്തോടുകൂടി അഭിമാനകരമായ നേട്ടം കൈവരിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ ഇരിക്കുമ്പോഴും ഈ പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനുള്ള ഒരു വലിയ പ്രഷർ ഗ്രൂപ്പ് പിന്നിലില്ലാത്ത വിഭാഗത്തിന് ഈ നീതിയും ന്യായവും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിൽ നമ്മളിന്ന് ഈ പങ്കെടുക്കുന്ന ഈ കെൽസയും ജില്ലാതല DLSA കമ്മിറ്റികളും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആദ്യം സർവീസിലേക്ക് വരുമ്പോൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റികൾ വളരെ വലിയൊരു സഹായമാണ്. അതിനൊരു കാരണമുണ്ട്. ധാരാളം ആളുകൾ ഞങ്ങളെ കാണാൻ വേണ്ടി, നമ്മൾ അസിസ്റ്റൻറ്റ് കളക്ടർമാരും സബ് കളക്ടർമാരുമൊക്കെ ആയിരിക്കുമ്പോൾ കാണാൻ വേണ്ടി പരാതികളുമായി വരും. ഇപ്പോൾ സാധാരണയായി നമ്മൾ ചെയ്യുന്നത് ഇത് സ്ഥല സംബന്ധമൊക്കെ ആയ ഒരു വിഷയമാണെങ്കിൽ ഇതിൽ പരിശോധിച്ച് നടപടിയെടുക്കുന്നതിന് വേണ്ടി ഒരു തഹസിൽദാരെ ചുമതലപ്പെടുത്തും. ആരോഗ്യരംഗത്തുള്ള ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ളൊരു പരാതിയാണെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്താം. അതല്ലെങ്കിൽ മറ്റ് വിധത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസറെ അത് ചുമതലപ്പെടുത്താം. പക്ഷേ ചില കേസുകൾ വളരെ കോംപ്ലിക്കേറ്റഡായി വന്ന് എത്ര ആലോചിച്ചാലും ഇത് ആര് വിചാരിച്ചാലും പരിഹരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവാതെ വരുമ്പോൾ സർവീസിൻ്റെ ആദ്യകാലത്ത് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നത് DLSAയിലേക്ക് ഈ പരാതിക്കാരനെ വിടുക എന്നുള്ളതാണ്. ഒരുപക്ഷെ തുടക്കക്കാരുടെ അജ്ഞത കൊണ്ട് എന്താണ് DLSA എന്നോ അല്ലെങ്കിൽ DLSAയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്നോ വ്യക്തമായ ഒരു ധാരണ ആ സമയത്തില്ലെങ്കിലും ജോലിയുടെ ഭാഗമായി ഒരു വലിയ സഹായം ആ സമയത്ത് DLSA കൊണ്ട് ഉണ്ടാവാറുണ്ട്. പതിയെ വിവിധ മേഖലകളിൽ, വിവിധ വകുപ്പുകളിൽ, വിവിധ സാമൂഹിക പശ്ചാത്തലങ്ങളിലും പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുള്ള ജില്ലകളിലുമൊക്കെ ജോലി ചെയ്യുമ്പോഴാണ് DLSA എന്ന് പറയുന്നത് മറ്റ് പരിഹാരമില്ലാത്ത പരാതിക്കാർക്ക് പോകാനുള്ള ഒരിടമല്ല, മറിച്ച് അത് നീതിന്യായ വ്യവസ്ഥയുടെ ഒരു എക്സ്റ്റെൻഡഡ് വിങ് ആണെന്നും അതുമാത്രമല്ല ഒരുപക്ഷെ നീതി ലഭിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത, പ്രതീക്ഷയില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു റേ ഓഫ് ഹോപ്പാണെന്നും മനസ്സിലാവുന്നത് പിന്നീടാണ്.
കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ അത്തരം ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം ഞാൻ വയനാട് ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ മുൻപിലേക്ക് ഒരു കേസ് വന്നു. ഒരു സ്ത്രീ വളരെ വ്യാകുലയായിട്ട് ഉച്ചയ്ക്ക് വിസിറ്റേഴ്സ് ടൈമിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ കാണാൻ വന്നു. അവരെല്ലാവരുടെയും പിന്നിൽ പോയിരുന്നു, മറ്റുള്ളവരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അപ്പോൾ അവസാനം മറ്റാളുകളെല്ലാവരും ചേംബറിന് പുറത്തു പോയ ശേഷം ഈ സ്ത്രീയുടെ പ്രശ്നം അവതരിപ്പിച്ചു. അവർ തേയില തോട്ടത്തിൽ ജോലി ചെയ്യുന്ന പാടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഒരു ബന്ധുവിൻ്റെ വീടിൻ്റെ ഒരു ചായ്പിൽ അവരും ഭർത്താവും അവരുടെ മകളും താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ബന്ധുവിൻ്റെ മകനിൽ നിന്ന് ഈ കുട്ടിക്കൊരു അബ്യൂസ് ഉണ്ടായി. അങ്ങനെ ആ പയ്യൻ ജയിലിലായി അങ്ങനെ കഴിയുകയാണ്. ഉടനെ വരുന്ന തൊട്ട് അടുത്ത ദിവസം ആ പയ്യൻ്റെ ജാമ്യാപേക്ഷ കോടതി കേൾക്കും. അപ്പോൾ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഇവരുടെ വക്കീൽ ഇവരോട് പറഞ്ഞു. ഇവരുടെ വീട്ടിൽ നിലവിൽ ഭർത്താവ് 2 വൃക്കകളും തകരാറിലായി, സ്വയം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അതിൻ്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡറായിട്ട് ഈ സ്ത്രീ നിൽക്കുകയാണ്. കുട്ടി ഒറ്റയ്ക്ക് വീട്ടിലാണ്. മറ്റ് യാതൊരു മാർഗമില്ലാത്തതുകൊണ്ടും സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഇല്ലാത്തതുകൊണ്ടും ഈ കുട്ടിയെ ഇവർക്ക് വേറെ എങ്ങോട്ടും മാറ്റി നിർത്താനും കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊരു കുഴഞ്ഞ പ്രശ്നം മുൻപിൽ വന്ന് ഇവർക്കിതിനൊരു പരിഹാരം വേണം. സ്വാഭാവികമായിട്ടും നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ജാമ്യത്തിന് അർഹതയുള്ള ഒരാൾക്ക് ജാമ്യം നൽകരുതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ കുട്ടിക്ക് എങ്ങനെ സംരക്ഷണം നൽകാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ഈ സ്ത്രീ വളരെ വേവലാതിപ്പെട്ട് ആശുപത്രിയിൽ തൽക്കാലത്തേക്ക് തൊട്ടടുത്ത ബെഡിലെ കൂട്ടിരിപ്പുകാരനെ അരമണിക്കൂറത്തേക്ക് ഇരുത്തിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയം പല വിധത്തിൽ ആലോചിച്ചിട്ടും പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ, മൈനറായ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വരുമ്പോൾ അന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ഈ പ്രശ്നത്തിൽ ഒരു സഹായവുമായി വരികയും ഈ കുഴപ്പങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആ ചെറിയ പെൺകുട്ടിയെ നമുക്ക് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ നിയമം അതല്ലെങ്കിൽ അതിൻ്റെ ന്യായം അർത്ഥിച്ചു വരുന്ന എല്ലാവർക്കും ഒരുപക്ഷെ അവരുടെ പിന്നിൽ ഒരു പ്രഷർ ഗ്രൂപ്പ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അവർക്ക് സാമ്പത്തികമായോ സാമൂഹികമായോ രാഷ്ട്രീയമായോ മറ്റേതെങ്കിലും തലത്തിലോ അവർക്ക് വേണ്ടി ഉച്ചയുയർത്താൻ പറ്റിയ ഒരു പ്രഷർ ഗ്രൂപ്പ് ഇല്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഇത്തരം സാധാരണക്കാർക്ക് നീതിയും ന്യായവും എത്തിച്ചു കൊടുക്കുന്നതിന് നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാവരെയും ഒരുമിച്ചുകൊണ്ട് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെയൊരു സമ്മേളനം സംഘടിപ്പിച്ച് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ഈ സംവാദ പരിപാടിയിൽ പങ്കെടുത്ത് ഏറെ അഭിമാനത്തോടുകൂടി ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞു അനുജന്മാരെയും അനുജത്തിമാരെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.